എനിക്ക് ഗൂസ് ബംസ് വരും. തിരമാലകൾ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. ഞാനൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു, പഴയ വാഹനമാണ്, കാറാണ്. പക്ഷെ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാറുകളിൽ മമ്മീസ് ഉണ്ടല്ലോ, അതിൽ പിരമിഡിൽ നിന്ന് എന്നെ ആരോ വലിച്ച് രക്ഷപ്പെടുത്തുകയും അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നത് ഓ മൈ ഗോഡ് സോറി അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നു. എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ കൊണ്ട് മരണമടഞ്ഞ വ്യക്തി, ആ വ്യക്തി ഈ ജന്മത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ വീക്കായിരിക്കും. എന്ത് ആഹാരം കഴിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ആൾക്ക് എപ്പോഴും അസുഖമുള്ള ഒരവസ്ഥ, എന്നാൽ അസുഖമില്ല. എല്ലായിടത്തും ഏറുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ എവിടെയും സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആത്മഹത്യ ചെയ്തവർക്കൊക്കെ അങ്ങനെയുള്ള ജന്മങ്ങൾ സംഭവിക്കപ്പെടാറുണ്ട്. കാരണം അവർ വ്യക്തിയെ മരണപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തിയ സമയത്ത് നമ്മുടെ ഈ ബ്രെയിനിന്റെ 2 ഭാഗത്തുള്ള ഹുക്ക്, തലയോട്ടിയുടെ സ്കാൽപ്പിന്റെ 2 ഭാഗത്തുള്ള ഹുക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കോഡ് കാണുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയും. ഓട്ടോ റൈറ്റിംഗ് എല്ലാവരും ചെയ്യാൻ പാടില്ല, ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. നായായും നരിയായും ഈച്ചയായും പൂച്ചയായും കൃമിയായും കൃമികീടമായിട്ടും പക്ഷിയായിട്ടും പൂമ്പാറ്റയായിട്ടും ഒക്കെ ജനിച്ചതിന് ശേഷമാണല്ലോ സോൾ അനുഭവിക്കേണ്ടി വരില്ല. ആത്മഹത്യ ചെയ്താലോ? എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റികളും ഇതിൽ കള്ളനാണയങ്ങളാണ്. നിങ്ങൾക്ക് കഴിയും നിങ്ങളെ സംരക്ഷിക്കാൻ. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, സത്യത്തിൽ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് പലരും അത് വിശ്വസിക്കാത്തൊരു കാലഘട്ടമുണ്ട് നമുക്കിടയിൽ. വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്, കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ഇല്ലാത്തവരുമുണ്ട്. നമ്മളുടെ ഒരു ബുക്ക് ഉണ്ട്, പരലോക നിയമങ്ങൾ എന്ന് പറയുന്ന ഖുർഷിദ് മാഡത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. വ്യക്തമായി നമുക്ക് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കണ്ടന്റ് അതിൽ. അവരുടെ 2 മക്കൾ മരണപ്പെടുകയും അതിനെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന ഒരു ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയും. ഓട്ടോ റൈറ്റിംഗ് എല്ലാവരും ചെയ്യാൻ പാടില്ല, ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന സാധാരണക്കാർക്ക് എങ്ങനെയാണ് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ലൈഫ് കാർമിക്കിൻ്റെ ബാലൻസാണ്. ഒരു സോള്, അതിൽ നമ്മളെടുത്ത ജന്മമാണിത്. പല ജന്മങ്ങൾ നമ്മളെടുക്കുന്നത്. ഈ പല ജന്മങ്ങൾ നായായും നരിയായും ഈച്ചയായും പൂച്ചയായും കൃമിയായും കൃമികീടമായിട്ടും പക്ഷിയായിട്ടും പൂമ്പാറ്റയായിട്ടും ഒക്കെ ജനിച്ചതിന് ശേഷമാണല്ലോ ഒരു മനുഷ്യജന്മം എടുക്കുന്നത്. മനുഷ്യജന്മമാണോ ഏറ്റവും അവസാനത്തെ ജന്മം? അങ്ങനെ പറയപ്പെടുന്നുണ്ട്. മനുഷ്യജന്മം പുണ്യജന്മമായിട്ട് നമ്മൾ പറയപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും കർമ്മങ്ങൾ തീർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഈ മനുഷ്യജന്മത്തിൽ ചെയ്തു വെച്ച പാപങ്ങളുടെ കർമ്മങ്ങൾ തീർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മനുഷ്യജന്മമായിട്ട് തന്നെ വന്നത് നമ്മൾ തീർക്കും. ഇന്നത്തെ കാലത്ത് എന്തായാലും ഒരാൾക്കും കർമ്മദോഷം ഇല്ലാതെ ഒരു മനുഷ്യ ആയുസ് ജീവിച്ചു തീർക്കാൻ പറ്റില്ല. ഇനി എത്ര വലിയ ഡിവൈൻ സോളാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് കാർമിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രമേ മൃത്യുടയാൻ സാധിക്കൂ. അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സോളിന് ഒരു കാരണവശാലും പരമാത്മാവിൽ ലയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത്. അങ്ങനെയും നമുക്ക് കണിശമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ലയിക്കുന്നവരുണ്ടല്ലോ, ലയിക്കുന്നവർ നമുക്ക് മുന്നിൽ വളരെ അപൂർവമായിട്ടുള്ള പല ജന്മങ്ങളെയും നമ്മൾ കണ്ടുപോകുന്നുണ്ട്, പുസ്തകങ്ങളിലൂടെ വായിച്ചറിയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത് വരെയും അത് അബദ്ധവും, അറിഞ്ഞ ശേഷം വീണ്ടും അത് ആവർത്തിക്കുന്നത് തെറ്റുമാണ്. ഈ തെറ്റിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ പറയുന്ന കർമ്മയുടെ വളരെ പവർഫുള്ളായ ഒരു ഹിറ്റ്, ഒരു അടി നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഈ ഒരു അപകടത്തിലേക്ക് നമ്മൾ എന്തിനാ പോകുന്നത്? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു, അത് തെറ്റാണ്, മിസ്റ്റേക്കാണ്, നിങ്ങളത് ചെയ്യരുത്. നമ്മുടെ നിമിത്തം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഫിനാൻഷ്യലി, ഫിസിക്കലി, മെൻ്റലി, റിലേഷൻഷിപ്പ് വൈസ് ഇതൊക്കെ സംഭവിക്കപ്പെടുമ്പോൾ നമ്മൾ കർമ്മയുടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ കർമ്മയുടെ ഭാരം കൂട്ടുകയാണ്. ഇത് നമ്മൾ ഷോൾഡറിൽ ബാഗേജായിട്ട് കൊണ്ട് നടക്കേണ്ട അവസ്ഥ വരും. അസുഖങ്ങളായിട്ട്, സാമ്പത്തികമായ ഒരു ബ്ലോക്കേജ് സംഭവിക്കുന്നതിലൂടെ, റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകളായിട്ട്, ഇതൊക്കെ ഫേസ് ചെയ്ത് വരുന്ന സമയത്ത് ചിലർ പറയുന്നത് കേൾക്കാം, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? വളരെ സൈലൻ്റായിട്ട് പോകുന്ന ഒരാൾക്കാർക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ അനേകം പാപങ്ങൾ ചെയ്ത് ആ പാപഭാരത്തിൻ്റെ ഒരു കുറ്റബോധത്തിൻ്റെ അളവ് കൊണ്ട് ഇവരുടെ തല ഉയരാൻ പറ്റാത്ത രീതിയിൽ ഇവർ സൈലൻ്റായി പോകുന്നത് കൊണ്ടാണ് വളരെ പാവം പിടിച്ച മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ഇത്രയും നാളത്തെ കരിയറിനിടയിൽ എത്ര പേരുടെ പാസ്റ്റ് ലൈഫ് കണ്ടെത്തി കൊടുത്തിട്ടുണ്ടാവും?
കുറച്ചധികം പേരുടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു മൈൻഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രം പാസ്റ്റ് ലൈഫിലേക്ക് കിടക്കാൻ. അതായത് കംപ്ലീറ്റ് ഒരു ആകാശിക് റെക്കോർഡ്സിലൂടെ പോയി അവരുടെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവരവരുടെ പാസ്റ്റ് ലൈഫിലേക്ക് കടന്ന് എന്താണ് സംഭവിച്ചത്, അതിൻ്റെ എന്ത് ബാക്കിയാണ് ഞാൻ ഈ ജന്മത്തിൽ കയറുന്നത് എന്ന് മനസ്സിലാക്കി. അത് എനിക്കെൻ്റെ ഒരു സംശയമാണ്. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാനാണ് കണ്ടെത്താനിരിക്കുന്ന ആളെന്ന് വെക്കുക, മാഡം എനിക്ക് വേണ്ടി എൻ്റെ പാസ്റ്റ് ലൈഫ് നോക്കാനിരിക്കുന്നു, എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെയാണോ ഒരു കാട്ടിത്തരും, അതോ മാഡം മനസ്സിലാക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണോ ചെയ്യുക? കൂടുതൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ആ പ്രോസസ്സിലൂടെ എനർജി ബാലൻസ് ചെയ്യുമല്ലോ ഫസ്റ്റ്. ആ എനർജിയിലേക്ക് ഇവിടെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളോട്. ചോദിക്കുന്ന സമയത്ത് ആ കാലഘട്ടം ചോദിക്കാറുണ്ട്, വസ്ത്രത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്, ആഹാരത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മരണം എങ്ങനെയാണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന കാലഘട്ടത്തിലായിരുന്നു, അപകട മരണമായിരുന്നു, സൂയിസൈഡായിരുന്നു. സൂയിസൈഡ് ചെയ്യുന്നവർക്ക് വീണ്ടും ജന്മം എടുക്കുക പ്രയാസകരമാണ്. എന്നാൽ കൂടിയും അത്രയും വലിയ ഒരു കുറ്റം പേറുന്ന ആളുകൾക്ക് ഇത് കർമ്മദോഷം കൊണ്ട് തന്നെ ജീവിച്ചു തീർക്കേണ്ട ഒരു സാഹചര്യം. സൂയിസൈഡ് ചെയ്താൽ വീണ്ടും ജന്മം എടുക്കില്ലേ? ജന്മമെടുക്കാൻ പ്രയാസകരമാണ്. കാരണം അവര് ഫസ്റ്റ് റലത്തിലല്ലേ പോയി കിടക്കുന്നത്. അപ്പൊ രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ലേ രക്ഷപ്പെടുന്നത്. സോൾ അനുഭവിക്കേണ്ടി വരില്ലേ ആത്മഹത്യ ചെയ്താൽ? എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? നിങ്ങൾക്ക് കിട്ടിയ ഈ ജീവിതം ആരാ തന്നത്? നിങ്ങളാണ്. അച്ഛൻ അമ്മ എന്ന് പറയുന്ന നമ്മുടെ മാതാപിതാക്കളുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിക്കുന്നു. ഈ ജന്മം ജീവനോടെ പുറത്തു വരുവോ ഇല്ലേ എന്ന് പോലും നമുക്കറിയില്ല. ആ ജീവൻ നൽകി ഇത്ര പ്രഷ്യസായ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് നമുക്ക് തന്നിട്ട് അതിൽ നമ്മുടെ കർമ്മ തീർക്കാനുണ്ടാവും ധാരാളമായിട്ട്. ചിലപ്പോൾ കർമ്മം നല്ലതാണെങ്കിൽ നല്ല ജീവിതമായിരിക്കും, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ലൈഫായിരിക്കും നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഇതിനെയെല്ലാം നമ്മൾ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് കൊണ്ട് പോയിട്ട് ഈ ശരീരത്തെയാണ് നിങ്ങൾ ഹനിക്കുന്നത്. ശരീരം ഒരു വസ്ത്രമാണ്. നിങ്ങളുടെ സോൾ എന്ന് പറയുന്ന ഇത്രയും പോകുന്ന ഒരു പ്രകാശമാണ് നിങ്ങൾ ക്യാരി ചെയ്യുന്നത്. ആ പ്രകാശത്തിന് ധരിക്കുന്ന ഒരു വസ്ത്രമാണ് നിങ്ങളുടെ ശരീരം. ആ ശരീരത്തിന്മേലാണ് നമ്മൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് നമ്മളെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക്. ഈ അഡ്രസ്സിനെയാണ് നിങ്ങൾ കൊല്ലുന്നത്. അവിടെ നിങ്ങൾക്ക് എന്ത് റൈറ്റാണുള്ളത് ആത്മഹത്യ ചെയ്യാനായിട്ട്? നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങളുടെ കർമ്മദോഷമാണ്. ഇതിനെ നിങ്ങൾ ഫേസ് ചെയ്തേ പറ്റൂ. അവിടെയാണ് നേരത്തെ പറഞ്ഞു വന്നത്, നമുക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ ആ തെറ്റിലേക്ക് പോവാതെ റൈറ്റ് വേ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മുടെ കർമ്മദോഷത്തിൻ്റെ ഭാരം കുറയും. അതിലൂടെ നമുക്ക് ആ കർമ്മയെ, നമ്മുടെ ആ സോളിനെ പ്യൂറാക്കാൻ സാധിക്കും. ഞാൻ ചോദിച്ചു വന്നത്, ഈ അനേകം പേരുടെ പാസ്റ്റ് ലൈഫ് എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അതിൽ എത്ര പേർക്കായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യനല്ലാതെ ജനിക്കേണ്ടി വന്നിട്ടുണ്ടാവും? കുറച്ച് പേർക്കുണ്ട്. അവർക്ക് എന്തായിട്ടായിരിക്കും? അവർക്ക് നായയായിട്ട് ജനിക്കേണ്ടി വന്നിട്ടുണ്ട്. അലഞ്ഞു തിരിയുന്ന ഈ പറയില്ലേ നമ്മള് തെരുവ് നായ, നമ്മളത് പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവരുത്. അതെ അതെ, അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് അങ്ങനെയുള്ളവർ കൂടുതലും ഈ മദ്യപാനികൾ അങ്ങനെയുള്ളവരുടെയൊക്കെ പാസ്റ്റ് ലൈഫ് നമ്മൾ നോക്കുന്ന സമയത്ത് സത്യത്തിൽ അവരുടെ പാസ്റ്റ് ലൈഫ് കിട്ടാൻ പ്രയാസമാണ്. അവരുടെ കോൺഷ്യസ് മൈൻഡിലല്ല നമുക്കത് എടുക്കാൻ പറ്റുക. അതായത് സബ് കോൺഷ്യസ് മൈൻഡിനും കോൺഷ്യസ് മൈൻഡിനും ഇടയ്ക്കൊരു നാരോ റൂട്ടുണ്ട്. ആ റൂട്ടിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയ ഒരു വ്യക്തിയിൽ നിന്ന് പാസ്റ്റ് ലൈഫ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്കൊരു ചെറിയ കോൺഷ്യസ്നെസ്സും വേണം. അതിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട്, അതായത് എല്ലായിടത്തും എയർ കൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ എവിടെയും സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആത്മഹത്യ ചെയ്തവർക്കൊക്കെ അങ്ങനെയുള്ള ജന്മങ്ങൾ സംഭവിക്കപ്പെടാറുണ്ട്. കാരണം അവർ സ്വീകാര്യമായ ആ ഒരു ജീവിതത്തെ സ്വീകരിക്കാതെ മനുഷ്യനിൽ നിന്ന് വീണ്ടും തിരിച്ച് അങ്ങനെ ജനിക്കപ്പെടാം പറയുന്നു. നമ്മൾ അനുഭവപ്പെടാത്തത് സയന്റിഫിക് ആയിട്ട് ഇതിനെ ഇപ്പൊ സയൻസ് തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ അത് ആവർത്തിക്കുകയുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിയെ മരണപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തിയ സമയത്ത് നമ്മുടെ ഈ ബ്രെയിനിന്റെ 2 ഭാഗത്തുള്ള ഹുക്ക്, തലയോട്ടിയുടെ സ്കാൽപ്പിന്റെ 2 ഭാഗത്തുള്ള ഹുക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കോഡ് കാണുന്നുണ്ട് എന്നുള്ളത്. അന്ന് അതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നീട് ഈ വേയിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ്, ഒരു യൂറോപ്യൻ ആണ് അദ്ദേഹം, സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഈ പറയുന്ന പാസ്റ്റ് ലൈഫിൻ്റെ കോഡ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് അവരുടെ ആ ഒരു എനർജിയിലൂടെ, അവരുടെ ബ്രെയിൻ എനർജിയിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന കോൺഷ്യസ് സബ് കോൺഷ്യസിന് ഇടയ്ക്കുള്ള ഒരു നാരോ പാത്തിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കുറേ കാര്യങ്ങളെയാണ് മനസ്സിലാക്കുന്നത്. ജന്മമെടുത്തതൊക്കെ അവർക്ക് പറയാൻ കഴിയും. ആ റൂട്ടിൽ നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത്
അവർക്കത് പറയാൻ കഴിയും. ഇപ്പം വേറൊരാളുടെ സഹായമില്ലാതെ അയാൾ തയ്യാറാകാതെ നമുക്ക് അയാളുടെ പാസ്റ്റ് ലൈഫ് എടുക്കാൻ പറ്റില്ല. അവരതിന് വില്ലിങ് ആവണം. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്, ഇതിൽ ട്രോമാറ്റിക് കണ്ടീഷനിലേക്ക് അവർ പോകാനും പാടില്ല. പക്ഷെ ചില ഫോറിനേഴ്സ് ഒക്കെ ടാരോ കാർഡ്സ് വെച്ചിട്ട് നമ്മുടെ പാസ്റ്റ് ലൈഫ് പറയും. ടാരോ കാർഡ് ഞാൻ റീഡ് ചെയ്യാറുണ്ട്, പക്ഷെ പേഴ്സണലി വേണ്ടി ഞാൻ റീഡ് ചെയ്യാറില്ല. എന്നിലേക്ക് വരുന്ന ക്ലയൻസിന്റെ കറണ്ട് സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ടാരോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ടാരോയിൽ അത്രയും ഒരു വൈഡായിട്ടുള്ളൊരു നോളജ് എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് ഞാൻ വളരെ അവിചാരിതമായി പാരീസിൽ നിന്നുള്ള ഒരു ജസീക്ക, ഞാൻ അവര് ഫസ്റ്റ് ഇന്റർവ്യൂ വർക്കലയിൽ, അപ്പോൾ എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റൊരാളെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ എടുത്തത്. ശ്രീജിത്തേടൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ വെച്ചിട്ട് എടുത്തത്. ലാംഗ്വേജ് പ്രശ്നം ഉണ്ടാവരുതെന്നുള്ള ഒരു കാര്യം കൊണ്ട്, അപ്പോൾ നമ്മളത്ര ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ലാത്തത്. പക്ഷെ അതിനുശേഷം ശ്രീധരൻ ഇവരെയും കൂട്ടിയിട്ട് എൻ്റെ നാട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം അന്ന് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടൊരു ഇന്റർവ്യൂ സെഷൻ നോക്കി. അപ്പോൾ എൻ്റെ പാസ്റ്റ് ലൈഫ് ഒരു 4-5 ലൈഫ് പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഈ ലൈഫിൻ്റെ എനർജി എടുക്കും. ഈ എനർജി എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ടാരോയിലൂടെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക്. അപ്പോൾ അതിൽ ഈ എനർജിയിൽ നമ്മൾ ഏതെല്ലാം ഏരിയയിലാണോ സ്ട്രക്കായത്, ഏതെല്ലാം ഏരിയയിലാണ് നമുക്ക് പ്രശ്നം വന്നത്, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വൈസ് പ്രശ്നം വന്നു എന്നിരിക്കട്ടെ, ഹസ്ബൻഡ് വൈഫിനിടയ്ക്ക്, നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഏതോ ഒരു സാഹചര്യത്തിൽ നമ്മൾ മറ്റാരുടെയോ റിലേഷൻഷിപ്പിനെ ഹനിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് നമ്മൾ എടുത്തിട്ടുണ്ട്, അവിടെ ചെയ്തിട്ടുണ്ട്. ചില ആളുകളുണ്ട് സാമ്പത്തികമായി വളരെയധികം സ്ട്രക്കായി പോകുന്നത്, കൊടുത്ത പൈസ തിരിച്ചു കിട്ടില്ല, കടം ബാധ്യതകൾ അങ്ങനെ വരും. അങ്ങനെയുള്ളവർ മറ്റൊരാൾക്ക് ഒരു വലിയ തുകയായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ആ പൈസ തരാതെ ഈ വ്യക്തി പറ്റിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, ഫ്രോഡ് പണികളിലൊക്കെ പെടുക. കഴിഞ്ഞ ലൈഫിൽ ഇവർ ആരുടെയൊക്കെയോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് എനർജി റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ ബ്രെയിനിലേക്ക്. എനിക്ക് അതിൽ വലിയ അത്ഭുതമായി തോന്നിയത്, ഇപ്പോൾ ഒരു മലയാളിയായിട്ടുള്ള ഒരാളാണെങ്കിലും ഓക്കെ, ഇപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് വരുന്ന ആൾക്കാണെങ്കിൽ അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. പക്ഷെ ഇവർക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അവർ കുറേ കാര്യങ്ങൾ ഞാനുമായിട്ട് കണക്ട് ആവുന്ന കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞു. ഞാൻ ആക്ച്വലി അല്ല വണ്ടടിച്ചതല്ല, സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. അന്ന് ഞാനൊരു പുസ്തകം എഴുതിയിട്ടൊന്നുമില്ല, പക്ഷെ അവർ അന്ന് ഞാൻ ഏതോ ഒരു ജന്മത്തിലൊരു എഴുത്തുകാരനായിരുന്നു, കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഔചാരികമായി ഞാൻ പുസ്തകം എഴുതി, അത് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ടായി, ആളുകൾ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഈ സ്പിരിച്വൽ അന്വേഷണം ഒന്നും വിളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ എങ്ങും എത്തിയിട്ടില്ല, തുടക്കത്തിൽ പോലും ഇല്ല. പക്ഷെ അവരത് ഇങ്ങോട്ട് പറയുമ്പോൾ ഏതൊക്കെയോ ജന്മങ്ങളിൽ ഇതൊക്കെ ആയിരുന്നു മേ ബി, അല്ല ആവാം, അല്ലാതെ അവർക്കത് പറയാൻ പറ്റില്ല. അവര് ഇങ്ങനെ കൺസൾട്ടിങ് എടുക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അവരൊരു യാത്രയിലാണ്. അവര് ഇന്ത്യയിലെ നമ്മുടെ കുംഭമേളയൊക്കെ കണ്ടിട്ട് വന്ന വഴിക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരാൾ ഫോറിനർ ഇത് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അത്ഭുതമുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആരാണ് നിരഞ്ജനോട് പറയണ്ടേ, നിരഞ്ജന എനിക്ക് എന്റെ പാസ്റ്റ് ലൈഫ് നോക്കി പറയാം. അപ്പൊ നിരഞ്ജനയുടെ പാസ്റ്റ് ലൈഫ് പണ്ട് കണ്ടെത്തി നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഞാൻ 5 മണിക്കൂർ ക്ഷമയോട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രോഹിത് ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ 5 മണിക്കൂർ ഒരു 20 മിനിറ്റ് റേക്കി ഹീലിങ്ങിന് വേണ്ടിയിട്ട് പിടിച്ചിരുത്താൻ പുള്ളിക്കാരി ശ്രമിച്ചിട്ട് ഞാൻ ഇരുന്ന് കൊടുത്തിട്ടില്ല. അപ്പം ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞു നമുക്ക് നോക്കാം, എപ്പോഴെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം മേഡത്തോട് തന്നെ സംസാരിക്കാം എന്ന് വിചാരിച്ചു. മേഡം ഇപ്പോൾ കുറേ തവണകൾ എപ്പിസോഡുകളിലായി അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് പരിചിതമായ ആളായതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പോലും പറയാതെ ഈ വിഷയത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ പാസ്റ്റ് ലൈഫ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും? അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ കൊണ്ട് മരണമടഞ്ഞൊരു വ്യക്തി, ആ വ്യക്തി ഈ ജന്മത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ വീക്കായിരിക്കും. എന്ത് ആഹാരം കഴിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ആൾക്ക് എപ്പോഴും അസുഖമുള്ള ഒരവസ്ഥ, എന്നാൽ അസുഖമില്ല. കാരണം ആ ലൈഫിൽ അവർ അനുഭവിച്ച് തീർക്കേണ്ട ആ ഒരു കർമ്മ അവർ തീർത്തു. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ബാക്കി കർമ്മ ഉള്ളത് അവർക്ക് ഈ ലൈഫിലേക്ക് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലാത്ത രീതിയിലേക്ക് അവരെ നയിക്കുകയും എപ്പോഴും ഒരു ആശങ്ക ഉള്ള ഒരു ലൈഫിലേക്ക് അവരെങ്ങനെ റീഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. കാരണം ആ ഒരു അസുഖം അവർക്ക് ഉണ്ടായ സമയത്ത് അവർക്ക് അനുഭവപ്പെട്ടത് ആശങ്കയായിരുന്നു. ആ ആശങ്കയാണ് ഇവിടെ കണക്ട് ചെയ്തത്.
നമ്മൾ പറയില്ല എപ്പോഴും ടെൻഷനുള്ള ആളുകൾ, അതെ. തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫിൽ അവർക്ക് അവരുടെ പാസ്റ്റ് ലൈഫ് എടുത്ത് നോക്കിയാൽ അവർ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടിക്കുകയോ ഒരു സ്വസ്ഥതയില്ലാത്ത രീതിയിലുള്ള ലൈഫ് ലീഡ് ചെയ്തതോ ഈ പാസ്റ്റ് കണ്ടെത്തിയിട്ട് ഈ ജന്മത്തിൽ ഇതിന്റെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ ഒരുപക്ഷെ അടുത്ത ജന്മം ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ലൈഫിൽ അവിടെയാണ് ഈ പാസ്റ്റ് ലൈഫിന്റെ പ്രാധാന്യം നമ്മൾ പറയുന്നത്. ഒരു ഹഡൽസ് വന്നു, സ്ട്രക്കായിപ്പോയി, നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ വന്നു. നമ്മൾ പല ജ്യോത്സ്യന്മാരെ പോയി കാണുന്നു, പള്ളിയിലച്ചന്മാരെ പോയി കാണുന്നു, ഉസ്താദന്മാരെ പോയി കാണുന്നു, പല ക്രിയകളും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും ഒരു പരിഹാരം സംഭവിക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ക്രിയാകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? മറ്റൊരു എനർജിയാണ്, നിങ്ങളല്ല. നിങ്ങളുടെ ക്രിയാകർമ്മങ്ങൾ ആരാണ് ഏറ്റെടുക്കാൻ തയ്യാറാവുക? അവർ പഠിച്ച എന്താ പറയുക ശ്ലോകങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങളും ഉച്ചരിക്കുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. അതൊരിക്കലും കംപ്ലീറ്റ്ലി ഇപ്പം ഇത് കേൾക്കുമ്പോൾ ചിലർ ഇല്ല ഞാൻ ചിരിച്ചതുകൊണ്ടല്ല, ഇതേ വിഷയം രാവിലെ ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, അതുകൊണ്ടാണ് ചിരി വന്നത്. അല്ല, ചിലരിത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടണ്ടാവില്ല, ഇതൊരു ബിസിനസ് ആയിട്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടണ്ടാവില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം കംപ്ലീറ്റ്ലി ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന വളരെ ചെറുപ്പക്കാരനായ ഒരാൾ രാവിലെ ഞങ്ങൾ തമ്മിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇപ്പോൾ വളർന്നു വരുന്ന ഒരുപാട് പ്രാർത്ഥനാ കേന്ദ്രങ്ങളുണ്ട്, ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാവട്ടെ, അതിൻ്റെ ഉദാഹരണം പറഞ്ഞു, 1-2 സെൻറ്ററുകളുടെ കാര്യം ഉദാഹരണം പറഞ്ഞു. അവിടെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഫലം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എനർജി ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ കാരണം അവരവിടെ പ്രാർത്ഥിക്കാൻ ഇവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നു, ഇവരെ ഏറ്റു പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആചാരങ്ങളിൽ, ഹൈന്ദവ ആചാരങ്ങളിൽ ഇപ്പോൾ പൂജയും മന്ത്രവും ഒക്കെ ചെയ്താൽ അതിന് പ്രയോജനം എങ്ങനെയാണ് ഇവർക്ക് കിട്ടുക? അവർക്ക് ആ ഒരു മന്ത്രാച്ചാരണം ചെയ്ത് സ്വന്തമായി പ്രാർത്ഥിക്കുക. പൂജയും മന്ത്രവും ഒന്നും അല്ല വേണ്ടത്, സ്വയം പ്രാർത്ഥന ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. അതായത് ഇപ്പൊ താങ്കളെയും എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് സർവശക്തനാണ് അല്ലേ? നമ്മൾക്ക് അവർ നേരിട്ട് ഒരു എനർജിയും ജീവനും തന്നിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സ്വയം പറയാനുള്ള, മനസ്സിലാക്കാനുള്ള. ഇപ്പൊ സംസാരശേഷി ഇല്ലാത്തൊരു വ്യക്തിക്ക് പോലും മനസ്സുകൊണ്ട് ഫീലിങ്സോട് കൂടി അവിടെ കണക്ട് ചെയ്യാനുള്ള ഫ്രീ വില്ലുണ്ട്. അവിടെ എന്തിനാ ഒരു തേർഡ് പേഴ്സൺ? അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം അദ്ദേഹത്തിൻ്റെ എനർജി, അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ക്രിയാകർമ്മങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. അത് നമ്മളിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പം ആകാശിക് റെക്കോർഡ്സ് പറയുമ്പോൾ അത് ഡിലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അതിനോട് എനിക്ക് അത്ര അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. ഒരാളുടെ കർമ്മ പോയിട്ട് മറ്റൊരാൾക്ക് ഡിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ PLR ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് 6 റിഗ്രഷനാണ്. ഇതിനെ റിഗ്രറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ഇന്ന പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്ത് ഇന്ന കർമ്മങ്ങളിലൂടെ, ഇന്ന പ്രാർത്ഥനകളിലൂടെ, ഇന്ന ദാനധർമ്മങ്ങളിലൂടെ, ആഹാരം കൊടുക്കുന്നതിലൂടെ നിങ്ങളത് ക്ലിയർ ചെയ്താൽ ഈ ലൈഫിൽ നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്ത് പല ബ്ലോക്കിൽ നിന്നും ഹഡൽസിൽ നിന്നും നിങ്ങൾക്ക് ചാടിക്കടന്ന് പോകാൻ പറ്റും. അത് നിങ്ങളുടെ ഒരു ഫിസിക്കൽ ബോഡിയിൽ കിട്ടുന്ന എനർജിയും നിങ്ങളുടെ ആ സോൾ ലൈഫിൻ്റെ ഒരാളുടെ എന്താണ് സോൾ പർപ്പസ് മറ്റൊരാൾക്ക് ഒരിക്കലും പറയാൻ പറ്റും. ഈ കാരണമറിയാതെ ദേവാലയങ്ങളിലും പൂജാരിമാരുടെ അടുത്തേക്ക് തള്ളിക്കയറി പോകുന്നതിന് മുമ്പ് ഇതിന്റെ മൂല കാരണം അറിഞ്ഞതിന് ശേഷം കർമ്മവും പ്രാർത്ഥനയും ഒരുപോലെ കൊണ്ടുപോയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതായത് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന ഗ്രൂപ്പുകളും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റികളും ഇതിൽ കള്ളനാണയങ്ങളാണ്. നിങ്ങൾക്ക് കഴിയും നിങ്ങളെ സംരക്ഷിക്കാൻ. നിങ്ങൾ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മളെല്ലാവരും നടക്കാൻ പഠിച്ചത്. ആദ്യമേ ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വരെയുമാണ് നമ്മളുടെ ആ ഒരു പാസ്റ്റ് ലൈഫിലെ ഓർമ്മകൾ നമുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ മറന്നു പോവുകയാണ്. പിന്നെ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല പല ഇൻസിഡൻസിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ തേജാവു ഒക്കെ പറയുന്ന പോലെ തന്നെ പല ഓർമ്മകൾ, പല കാര്യങ്ങൾ, അയ്യോ ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്, എന്നാൽ കൂടി നമ്മൾ പറയും നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. ഇതൊക്കെ ഈ തേജാവു കണക്ഷൻസ് ആണ്. എന്തുകൊണ്ട് ഈ തേജാവ് സംഭവിക്കപ്പെട്ടു? നമുക്കൊരു ജന്മമില്ലാതെ തേജാവ് കണക്ട് ചെയ്യില്ലാതെ. അതിലൂടെ ഈ ജന്മത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കുക, അതിനെ ബാലൻസ് ചെയ്യുക, എന്നിട്ട് ജീവിക്കുക. ബ്യൂട്ടിഫുൾ ലൈഫ്. അതായത് വളരെ ഷോർട്ടാണ്, ബ്യൂട്ടിഫുൾ. ഓർമ്മകളും ചിന്തകളും സ്വപ്നങ്ങളും ഒന്നും വെറുതെ അല്ല, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം. സ്വപ്നങ്ങളിലൂടെ ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊരു സ്വപ്നം കാണാറുണ്ടായിരുന്നു. കുറേ നാളുകൾ എൻ്റെ ഈ പാസ്റ്റ് ലൈഫ് ഞാൻ സ്വയം റീഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാനൊരു ഇടുങ്ങിയ ഇടത്ത് പെട്ടുപോയി. എന്നിട്ട് ഞാൻ വലിഞ്ഞ് കയറാനായിട്ട്, എനിക്ക് കയറിപ്പോകാൻ ഏണിപ്പടികളുണ്ട്, എന്നെ ആരോ പിടിച്ച് വലിക്കുന്നുമുണ്ട്. ഞാൻ കയറിപ്പോകാൻ വളരെ പ്രയാസപ്പെടുകയാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് കയറി മുകളിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈഡ് കടലും ഒരു സൈഡ് പുഴയുമായിട്ടുള്ള നമ്മുടെ ധനുഷ്കോടി ഇല്ലേ, അതുപോലെ
അത് നമ്മുടെ നാടല്ല, ധനുഷ്കോടി പോലെയുള്ള ഒരു സ്ഥലം, നമ്മുടെ നാടുമല്ല, യൂറോപ്യൻ എന്തോ കൺട്രിയാണ്. അതിന് നടുക്കൂടെ അപ്പം വലിയ തിരമാലകൾ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. ഞാനൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു, പഴയ വാഹനമാണ്, കാറാണ്. പക്ഷെ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാറുകളിൽ അത് ഒലയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു പേടിച്ച് ആ പാലം കടന്നു, പാലവും ഇളകുന്നുണ്ട്. ഇത് ഞാൻ ഒരുപാട് വട്ടം ഇങ്ങനെ കാണുമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പാസ്റ്റ് ലൈഫ് കണ്ട സമയത്ത് ഈജിപ്തിലൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അവിടുന്ന് പലായനം ചെയ്യപ്പെട്ട ഒരു സമയവും ഉണ്ടായിരുന്നു. അവിടുന്ന് പലായനം ചെയ്യപ്പെട്ടപ്പോൾ ഏതോ ഒരു എനിക്ക് ഗൂസ് ബംസ് വരുന്നു. സോറി. അവിടെ നിന്ന് ഞാൻ ആ മമ്മീസ് ഉണ്ടല്ലോ, അതിൽ പിരമിഡിൽ നിന്ന് എന്നെ ആരോ വലിച്ച് രക്ഷപ്പെടുത്തുകയും അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നത്, ഓ മൈ ഗോഡ് സോറി, അങ്ങനെ ഒരു ഫീലിംഗ് വരും നമുക്ക്. അപ്പം ആ ഒരു അതിലൂടെ പലായനം ചെയ്യാനായിട്ട് ഞാൻ ആരുടെയോ വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയാണ്. എൻ്റെ ഏജ് വന്നിട്ട് 33 വയസ്സേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഈജിപ്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരിക്കലും മകൻ ഒരു മ്യൂസിക് പ്ലേ ചെയ്തു വീട്ടിൽ. അത് ഈ അടുത്ത സമയത്ത് സംഭവിച്ചത്, ഒരു 2-3 വർഷങ്ങൾക്ക് അപ്പുറത്താണ് സംഭവിച്ചത്. അതായത് ഈജിപ്തിലെ ദൈവങ്ങളാണ് പൂച്ചകൾ. പൂച്ച എന്നോട് ഭയങ്കര കണക്ഷനാണ്. എൻ്റെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട്, ഭയങ്കര കണക്ഷനാണ്. അപ്പം ഈ മ്യൂസിക് കേട്ടപ്പം എനിക്ക് ലിറ്ററലി ഇപ്പം തന്നെ അത് ഇമോഷണൽ എനിക്കത് ഫീൽ ചെയ്യുന്നു. ഞാനങ്ങ് കരഞ്ഞു. ഇവൻ വെറുതെ പ്ലേ ചെയ്തത്, ജസ്റ്റ് ഇങ്ങനെ ഇത് വരുമല്ലോ, പോപ്പപ്പ് ചെയ്ത് എന്നപ്പോൾ പ്ലേ. ഞാൻ അടുത്ത് പോയിട്ട് എനിക്ക് ആ സിസ്റ്റത്തിൽ നോക്കിയിട്ട് എനിക്ക് ലിറ്ററലി ഞാൻ കരയാണ്. അപ്പം മോൻ ചോദിക്കുന്നത് എന്താ കരയുന്ന കാര്യമൊന്നുമില്ല, എന്താ മോനെ. ഞാൻ ചോദിച്ചു, ഈ മ്യൂസിക് എന്താണ്, ഇത് ഏതാണ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കൂ, ഈ മ്യൂസിക് ഏതാണ്, എവിടെ നിന്നാണ്, ഇതിൻ്റെ ഉത്ഭവം എന്താണ്. അപ്പോൾ മോൻ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ, വൈകിപീഡിയയിൽ അറിയാൻ പറ്റുള്ളൂ. മോനെ പറഞ്ഞു, ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ട് രോഗിയെ കിടത്തിയിട്ട് ചികിത്സിക്കുമ്പോൾ അവർ പൂച്ചയെ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പൂച്ചയെ ഒരു സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് രോഗിയെ കിടത്തിയിട്ട് ഈ മ്യൂസിക് ആലപിച്ചാണ് ഇവരൊരു താളത്തിലാണ് രോഗം ഭേദമാക്കുന്നത്. മ്യൂസിക് തെറാപ്പിയിലൂടെ രോഗം ഭേദമാക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. ഈ ഇൻസിഡൻറ്റ് എന്നിൽ സംഭവിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ കരച്ചിൽ വന്നത്. ഈജിപ്തിലായിട്ട് എനിക്ക് നല്ല കണക്ഷൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ടാരോ ഒരിക്കലും ഞാൻ ഇതുപോലെ എടുത്ത സമയത്തും പാസ്റ്റ് ലൈഫിൻ്റെ നോക്കിയപ്പോഴും ഈജിപ്തിലൊരു ജന്മം ഉണ്ടായിരുന്നു, അങ്ങനെ മാത്രമേ അവർ പറയുള്ളൂ. ഈജിപ്തിലൊരു ജന്മം ഉണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് കിട്ടില്ല. ഇപ്പം ആകാശിക് റെക്കോർഡ് നോക്കുമ്പോഴാണെങ്കിൽ, പാസ്റ്റ് ലൈഫ് നോക്കുമ്പോഴാണെങ്കിൽ കംപ്ലീറ്റ് ഹിസ്റ്ററി ഒന്നും കിട്ടില്ല, ഹിന്ദേ കിട്ടുള്ളൂ. ഇന്ന പോലെയുള്ള ഹിന്ദുകളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ വ്യക്തിയോട് നമ്മൾ ചോദിക്കും, ഈ ജന്മത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളതിലൂടെ എവിടെയെല്ലാമാണ് സ്ട്രക്കായി പോകുന്നത്, എന്തെല്ലാമാണ് നിങ്ങൾക്ക് ആഹ്ലാദം തരുന്നത്, അതൊക്കെ ചോദിക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക. ഓക്കെ, അപ്പോഴാണ് നമ്മളത് അവർക്ക് ഇന്നതാണ് സംഭവം എന്ന് റെഡി ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ഈ ചുരുങ്ങിയ സമയം പോരാ എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കൊരു ദിവസം വിശദമായി ഇരിക്കാം, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും. താങ്ക് യു സോ മച്ച്.